തിരികെ ചർച്ചയിലേക്ക് ശ്രീ പത്മനാഭൻ, ഇവിടെ പി ജയരാജന്റെ വാക്കുകൾ വ്യക്തിപരമായുള്ള പരാമർശങ്ങളാണ് എന്ന് പറഞ്ഞ് CPM-ന് തടിതപ്പാൻ സാധിക്കുമോ? അല്ല, ഞാൻ ഈ ഒരു പൊതുവായ മനോഭാവം കാണിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സക്കറിയ ജോർജ് സാർ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പം അതുപോലെ ഒരു ഉദാഹരണം ഇസ്രത് ജഹാൻ കേസ്. ഇസ്രത് ജഹാൻ കേസ് ഉണ്ടാവുന്നത് 2004 ജൂണിലാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിലെ പോലീസ് സംവിധാനം, ഇൻ്റലിജൻസ് വിഭാഗം മഹാരാഷ്ട്ര NCP കോൺഗ്രസ് സഖ്യം ഭരിക്കുന്ന മഹാരാഷ്ട്ര പോലീസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഹൈദരാബാദിൽ നിന്നും 2 തീവ്രവാദികൾ മഹാരാഷ്ട്രയിലേക്ക്, ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് കടന്നിട്ടുണ്ട്. അവരെ മഹാരാഷ്ട്ര പോലീസ് തെരഞ്ഞ് കണ്ടെത്തുമ്പോഴേക്കും ആരാന്ന് മനസ്സിലാവുമ്പോഴേക്കാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ 2 ആൾ അവർ മഹാരാഷ്ട്രയിൽ നിന്നും വേറെ 2 ആൾ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും കൂട്ടി അവർ ഗുജറാത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ മഹാരാഷ്ട്ര ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഗുജറാത്ത് ഇൻ്റലിജൻസിന് വിവരം കൊടുക്കുന്നത്. ഹൈദരാബാദിൽ നിന്നും വന്ന 2 പേർ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേരും ചേർന്ന് 4 പേർ ഗുജറാത്തിലേക്ക് വരുന്നുണ്ട്. അവരെന്തോ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത് എന്ന്. ഗുജറാത്ത് പോലീസ് ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഇവർ നിൽക്കുന്നില്ല, അങ്ങോട്ട് ആയുധം പ്രയോഗിക്കുന്നു. അപ്പോൾ ഗുജറാത്ത് പോലീസ് വെടിവെച്ചിട്ട് 4 പേര് മരിച്ചു. അതിലൊരു സ്ത്രീ, അതാണ് ഇസ്രത് ജഹാൻ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇസ്രത് ജഹാൻ മാലാഖയാണ് എന്ന് കവിത എഴുതാൻ വരെ കേരളത്തിൽ ആളുണ്ടായി. ഇത് രാഷ്ട്രീയ വിഷയമാക്കി കോൺഗ്രസ്സുകാർ. അത് ഗുജറാത്ത് പോലീസിനെതിരെ വ്യാജ ഏറ്റുമുട്ടലിന് CBIയെ കൊണ്ട് കേസെടുപ്പിച്ചു. അത് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പ്രതിയാക്കി ഹരാസ് ചെയ്തു. BJP ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കി. അവസാനം എന്തായി? അവസാനം മുംബൈ തീവ്രവാദി ആക്രമണമുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് ഇതിന് സൂത്രധാരനെന്നും അയാൾ അമേരിക്കയിൽ അറസ്റ്റിലാണെന്നും മനസ്സിലായി. അങ്ങനെ അയാളെ കണ്ടെത്താൻ, അയാളെ ചോദ്യം ചെയ്യാൻ നേരത്തെ കേരള DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ, അദ്ദേഹം അന്ന് NIA ഡെപ്യൂട്ടേഷനാണ്, ഒരു സംഘം പോയി, NIA സംഘം. അവർ ചോദ്യം ചെയ്ത് മനസ്സിലാക്കി, അതായത് ഇസ്രത് ജഹാൻ ഒരു മോഡ്യൂളാണ്, ലഷ്കർ-e തോയ്ബയുടെ LETയുടെ മോഡ്യൂളാണെന്ന് മനസ്സിലായി. അതിവിടെ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് മുംബൈയിലെ NIA കോടതി മുമ്പാകെ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അമേരിക്കയിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി മൊഴി കൊടുത്തു ഇസ്രത് ജഹാൻ LETയുടെ മോഡ്യൂളായിരുന്നു എന്ന്. മാത്രവുമല്ല, കൗതുകകരമായ കാര്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികൾ അന്വേഷിച്ചിട്ടും അവരുടെ കൂടെ പ്രാണേഷ് കുമാറിൻ്റെ ഇസ്രത് ജഹാൻ്റെ കൂടെ മരണപ്പെട്ട 2 പേർ ആരാന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അവർ പാകിസ്ഥാനികളായിരുന്നു. അവരെ കണ്ടെത്താൻ പറ്റില്ല. അവരെ ഒറിജിൻ ഇന്ത്യക്കാരേ അല്ല അവർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ മാലാഖയായി ചിത്രീകരിച്ച്, അവരെ കൊന്നതാണെന്ന് ചിത്രീകരിച്ച്, വ്യാജ ഏറ്റുമുട്ടലാൻ ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടം നേടാൻ വലിയ ശ്രമം നടന്ന ഒരു രാജ്യമാണ് ഭാരതം. അപ്പം ഞാനതാ പറയുന്നത്, ഇന്നലകളിൽ ഇതൊക്കെ ചെയ്തവർക്ക് ഇന്ന് അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വിളിച്ചു പറയാൻ ആ പാർട്ടി ഔദ്യോഗികമായി പറയാൻ തയ്യാറല്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ പറയാൻ തയ്യാറായി. നല്ല കാര്യം, ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ, നല്ല കാര്യമെന്നേ പറയാനുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും പല കാര്യങ്ങളിലും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പരാജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഇത്തരത്തിൽ ഭീകരവാദ സ്വഭാവമുള്ള പല കേസുകളും മുന്നറിയിപ്പുകളുമൊക്കെ കേന്ദ്ര ഇൻ്റലിജൻസ് കൈമാറുമ്പോഴും അവിടെയൊക്കെ നിസ്സംഗ മനോഭാവം വച്ചു പുലർത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം IS റിക്രൂട്ട്മെൻറ്റുകൾ നടന്നത്. എന്തിന് എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിലെ പ്രതിയെ പിടികൂടാൻ മഹാരാഷ്ട്ര ATSന് മാത്രമേ സാധിച്ചുള്ളൂ. അവിടെ നിന്നും വല്ല വിധേനയും പിടികൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി 3 കാറുകൾ മാറി കയറേണ്ടി വന്നു. അത് മാധ്യമങ്ങൾ അറിഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ സസ്പെൻഷൻ അടിച്ചു കൊടുത്തു മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥന്. ഈ രീതിയിലാണ് കേരളത്തിലെ പോക്ക്. ഈരാറ്റുപേട്ടയിൽ മതഭീകരവാദം വളരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് നൽകിയ ACPയെ ആ നിമിഷം തന്നെ സസ്പെൻഡ് ചെയ്യാനും സംസ്ഥാന സർക്കാർ മറന്നില്ല.